നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ എന്ത് സംഭവിച്ചു? നേരത്തെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തലങ്ങും വിലങ്ങും മിസൈലുകളും ഡ്രോണുകളും, ഇപ്പോഴിതാ അയൽ രാജ്യമായ തുർക്കിയിലേക്ക് ഇറാന്റെ മിസൈലുകൾ. പശ്ചിമേഷ്യൻ രാജ്യമല്ലാത്ത നാറ്റോ അംഗത്വമുള്ള തുർക്കിയിലേക്ക് എന്തുകൊണ്ടാണിപ്പോൾ ഇറാൻ മിസൈലുകൾ തൊടുത്തത്? നേരത്തെ സൈപ്രസിലും അസർബൈജാനിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ പോലെ ഇപ്പോൾ യൂറോപ്പും ഏഷ്യൻ രാജ്യങ്ങളുമൊക്കെ തികഞ്ഞ ജാഗ്രതയിലാണ്. തുർക്കിയിലേക്ക് എന്തുകൊണ്ട് ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു ഇറാൻ? ഇറാന്റെ സുഹൃത്ത് രാജ്യമാണ് തുർക്കി. തുർക്കിയുമായി കിലോമീറ്ററുകളോളം ഇറാൻ അതിർത്തി പങ്കിടുന്നു. ഇറാൻ തുർക്കിയിലേക്ക് അയച്ച ബാലിസ്റ്റിക് മിസൈലിനെ പ്രതിരോധിച്ചത് നാറ്റോ സഖ്യരാജ്യങ്ങൾ. ഇറാഖും സിറിയയും കടന്നുപോയ മിസൈൽ തുർക്കി അതിർത്തിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നാറ്റോ സഖ്യം മിസൈൽ തകർത്തു. മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ വെച്ചാണ് ഈ മിസൈൽ നാറ്റോ സഖ്യം തകർത്തത്. പിന്നീട് ഹതായ് പ്രവിശ്യയിൽ നിന്ന് അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇവിടെ ഒട്ടനവധി സംശയങ്ങളാണ് ലോകം ഉന്നയിക്കുന്നത്. ഇറാനിൽ നിന്ന് ഇത്തരം ആക്രമണങ്ങൾ തൊടുക്കുന്നതിന് പിന്നിൽ മൊസാദിന് പങ്കുണ്ടോ എന്ന് പോലും ലോകം സംശയിക്കുന്നു. അതിന് വ്യക്തമായ കാരണമുണ്ട്. തുർക്കിയിലേക്കുള്ള ഇറാൻ ആക്രമണം ആത്മഹത്യാപരമായി തീരും. കാരണം ഇറാന് നേർക്ക് ഒരു കരയുദ്ധത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നത് തുർക്കിയിൽ നിന്നാണ്. ഇറാന്റെ ആക്രമണത്തെ തുർക്കി അപലപിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഉചിതമായ രീതിയിൽ തിരിച്ചടിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന് തുർക്കി ഇറാനെ ഓർമ്മപ്പെടുത്തി. അമേരിക്കയുടെ എയർബേസ് തുർക്കിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെതിരെയാണ് തങ്ങളുടെ ആക്രമണം എന്ന് പോലും ഇറാൻ പറയുന്നില്ല. തുർക്കിക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വവും അവർ ഏറ്റെടുക്കുന്നില്ല. എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ മിഴിച്ചു നിൽക്കുകയാണോ ഇറാൻ? ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണങ്ങളിൽ ഒരു നിഷ്പക്ഷ നിലപാടാണ് ഇതുവരെ തുർക്കി കൈക്കൊണ്ടത്. ഇടയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ പോലും തങ്ങൾ തയ്യാറാണ് എന്ന് തുർക്കി വ്യക്തമാക്കിയിരുന്നു. അത്തരമൊരു രാജ്യത്തിന് നേർക്കാണ് ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയത്. തുർക്കിയെ ആക്രമിച്ചിട്ടില്ല എന്ന് ഇറാൻ സായുധ സേന ഒരു പ്രസ്താവന പോലും ഇടയ്ക്കിറക്കി. തുർക്കിയുടെ പരമാധികാരത്തെ തങ്ങൾ ബഹുമാനിക്കുന്നു, തങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ് എന്നൊക്കെ ഇറാൻ സേന പറയുന്നു. എന്നാൽ മിസൈൽ പാഞ്ഞതിനെക്കുറിച്ച് അവർ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് ഇസ്രയേലിനൊപ്പം അമേരിക്കയും ശക്തമായി നിലകൊണ്ടു. അപ്പോൾ തുർക്കിയിൽ നിന്നൊരു പ്രസ്താവനയാണ് ആദ്യം പുറത്തു വന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമെന്നാണ് തുർക്കി ഇതിനെ വിശേഷിപ്പിച്ചത്. ചുരുക്കത്തിൽ തുർക്കി ഇറാനൊപ്പം കൂടുമോ എന്ന് പോലും ലോകം സംശയിച്ചു. എന്നാൽ നാറ്റോ സഖ്യരാജ്യമായ അമേരിക്കയാണ് ഇസ്രയേലിനൊപ്പം ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുർക്കിക്ക് അമേരിക്കയ്ക്കെതിരെ തിരിയുക എളുപ്പമല്ല. ഇറാൻ പരമോന്നത നേതാവ് ഖമനേയിയുടെ കൊലപാതകത്തിൽ തനിക്ക് ഖേദമുണ്ടെന്നും ഇസ്രയേലിന്റെ പ്രകോപനമാണ് യുദ്ധത്തിലേക്ക് നയിച്ചത് എന്നുമൊക്കെ എർദോഗൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. മേഖലയിൽ സമാധാനം നിലനിർത്താൻ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വരണമെന്നാണ് തുർക്കി ആവശ്യപ്പെട്ടത്. അങ്ങനെയൊരു തുർക്കിയുടെ നേർക്ക് ആത്മഹത്യാപരമായ ആക്രമണം ഇറാൻ നടത്തുമോ? ഇവിടെ ചില സംശയങ്ങൾ നിലനിൽക്കുന്നു. ഖമനേയിയുടെ കൊലപാതകം കൃത്യതയോടെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടപ്പാക്കി. ആക്രമണം നടത്തിയതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുക്കുകയും ചെയ്തു. ഖമനേയി തൻ്റെ ഓഫീസ് മുറിയിലുള്ള വിവരം കൃത്യമായി ഇസ്രയേൽ എങ്ങനെ മനസ്സിലാക്കി? വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് അതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് ഇസ്രയേൽ വ്യക്തമാക്കുമ്പോഴും ഒരൊറ്റുകാരനെ ഇപ്പോഴും ഇറാൻ സംശയിക്കുന്നു. അതും ഖമനേയിയുടെ കൊട്ടാരത്തിൽ വളരെ ശക്തനായ ഒരു ഒറ്റുകാരനുണ്ടായിരുന്നു എന്ന തലത്തിൽ. 534 കിലോമീറ്റർ അതിർത്തി പങ്കിടുകയാണ് തുർക്കിയും ഇറാനും തമ്മിൽ. ചരിത്രപരമായി സങ്കീർണമായ ഒട്ടനവധി ബന്ധങ്ങൾ ഇരു രാജ്യങ്ങളും തുടരുന്നു. പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങളിലും പ്രോക്സി യുദ്ധങ്ങളിലുമൊക്കെ തുർക്കി വ്യത്യസ്തമായ നിലപാടാണ് എപ്പോഴും കൈക്കൊണ്ടത്. പാലസ്തീനെ അനുകൂലിക്കുമ്പോഴും ഹമാസിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നില്ല. ഇറാന്റെ മേഖലയിലെ സ്വാധീനം വളർത്തൽ തുർക്കിക്ക് പലപ്പോഴും അരോചകവുമായി. തുർക്കിയും ഇറാനും തമ്മിൽ വലിയ അന്തർധാരയുണ്ട് എന്ന് പൊതുവെ അമേരിക്ക കരുതിയിരുന്നു. തുർക്കിയും ഇറാനും നേരിടുന്ന മുഖ്യ പ്രശ്നം കുർദുക്കളുടേതാണ്. കുർദുക്കൾ തങ്ങളുടെ രാജ്യം സ്ഥാപിക്കാൻ ഇപ്പോഴും ആഗ്രഹത്തിൽ തക്കം പാർത്തിരിക്കുന്നു. ഇറാന്റെ വലിയൊരു മേഖലയും മറുവശത്ത് തുർക്കിയുടെ വിശാലമായ മേഖലയും ചേർത്തൊരു രാജ്യമാണ് അവർ വിഭാവനം ചെയ്യുന്നത്. തുർക്കിയും ഇറാനും തമ്മിൽ പലപ്പോഴും സംഘർഷങ്ങളുടെ വക്കിലെത്തിയിരുന്നു. എങ്കിലും സ്ഥിരതയിലോ വ്യാപാര ബന്ധത്തിലോ ഇത്തരം സംഘർഷങ്ങൾ ബാധിക്കപ്പെട്ടില്ല. IS പോലുള്ള ഭീകര സംഘടനകൾക്കെതിരെ തുർക്കിയും ഇറാനും ഒരുപോലെ ചേർന്നാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതിനിടയിൽ അപ്രതീക്ഷിതമായി തങ്ങളുടെ രാജ്യത്തേക്ക് ഇറാൻ അയച്ച മിസൈൽ
ഇതാണ് തുർക്കിയെ ഇപ്പോൾ ആകെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നത്. കൂടുതൽ പ്രകോപനമുണ്ടാക്കിയാൽ തുർക്കിയുടെ കനത്ത ആക്രമണം ഇറാൻ നേരിടേണ്ടി വരും. തുർക്കിക്കൊപ്പം അമേരിക്ക കൂടി ചേർന്നാൽ ഇറാനെതിരെ ട്രംപ് വിഭാവനം ചെയ്തതുപോലെ ഒരു കരയുദ്ധം സാധ്യമാകും. ഒരു വശത്ത് ഇറാനിൽ നിന്നും മറുവശത്ത് ഇറാഖിൽ നിന്നും ഇറാന് നേരെ അതിശക്തമായ ആക്രമണം തൊടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. തുർക്കി മാത്രമല്ല, മറ്റൊരു അമ്പരപ്പിക്കുന്ന സംഭവവും ഇക്കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നു. തുർക്കിയെപ്പോലെ തന്നെ അസർബൈജാനിലേക്കും ഇറാനിൽ നിന്നുള്ള മിസൈലുകൾ. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യമാണ് അസർബൈജാൻ. വടക്കൻ മേഖലയായ സജ്ജിവനിൽ 2 ഡ്രോണുകൾ പതിച്ചുവെന്ന് അസർബൈജാൻ വ്യക്തമാക്കി. അസർബൈജാനിലേക്ക് തങ്ങൾ ഡ്രോണുകൾ അയച്ചിട്ടില്ല എന്നാണ് ഇറാന്റെ നിലപാട്. പിന്നെ ആരാണ് ഇറാന്റെ വ്യോമമേഖല കടത്തി ഡ്രോണുകൾ ഇങ്ങോട്ടേക്ക് വിട്ടത് എന്ന് അസർബൈജാൻ ചോദിക്കുന്നു. മാർച്ച് 3-ാം തീയതി സൈപ്രസിൽ നടന്ന ആക്രമണങ്ങളിലും തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. സൈപ്രസിന് നേർക്ക് 3 ആക്രമണങ്ങളാണ് ഇറാനിൽ നിന്നുണ്ടായത്. സൈപ്രസിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേർക്കായിരുന്നു ആക്രമണം. പക്ഷേ ആക്രമണം പതിച്ചത് മറ്റു മേഖലകളിൽ. ഇവിടെ മറ്റൊരു അത്ഭുതം കൂടി നടന്നിരിക്കുന്നു. ഇറാന്റെ ഷാഹിദ് ഡ്രോണുകൾക്ക് സമാനമായ ഡ്രോണുകളാണ് സൈപ്രസിൽ പതിച്ചത്. ഇത് ഇറാന്റെ ഡ്രോണല്ല എന്ന് UK പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ആ ഡ്രോൺ തങ്ങളുടേതല്ല എന്ന് ഇറാനും പറയുന്നു. എന്നാൽ ഇറാന്റെ മണ്ണിൽ നിന്ന് മറ്റു ഡ്രോണുകൾ വിട്ടത് ആര് എന്ന ചോദ്യമാണ് കൂടുതൽ സങ്കീർണത വരുത്തുന്നത് ഈ വിഷയത്തിൽ. ഇതോടെയാണ് ഇറാൻ മണ്ണിന്റെ പല ഭാഗങ്ങളിലും മൊസാദ് നിലയുറപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയം ലോകത്തിൽ ശക്തമാകുന്നതും. സൈപ്രസിന് നേർക്ക് ആക്രമണമുണ്ടായതോടെ UK സടകുടഞ്ഞെഴുന്നേറ്റു. പിന്നീട് കെയർ സ്റ്റാമർ പറഞ്ഞത്, ഏതെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് നേരെ ഇനിയും ആക്രമണമുണ്ടായാൽ തങ്ങൾ ഒറ്റക്കെട്ടായി ഇറാനെ നേരിടുമെന്ന്. ഇതോടെ ഇറാൻ ആകെ പരിഭ്രമത്തിലും. പശ്ചിമേഷ്യയ്ക്ക് പുറത്തേക്ക് ഈ യുദ്ധം വ്യാപിക്കാൻ ഇടവരുമോ എന്ന ഭയം പൊതുവെ ലോകരാജ്യങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മതയോടെ റഷ്യയും ചൈനയും ഒക്കെ ആക്രമണത്തെ നോക്കി നിൽക്കുന്നത്. ഒരു വിധത്തിലും അമേരിക്കയെയും ഇസ്രായേലിനെയും പ്രകോപിപ്പിക്കാൻ ചൈനയും റഷ്യയും ആഗ്രഹിക്കുന്നില്ല. മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ഇറാനിൽ നിന്ന് രൂക്ഷമായ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിൽ ക്ഷമ ചോദിച്ചിരുന്നു ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ. ഇറാന്റെ വ്യോമമേഖല പൂർണ്ണമായി കീഴടക്കിയിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ടെഹ്റാൻ മേഖല മുഴുവൻ ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. ബോംബ് മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂറായി പെയ്തിറങ്ങുന്നത്. അതിനിടയിൽ ഇറാനിൽ നിന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇടതടവില്ലാതെ ഡ്രോണുകളും മിസൈലുകളും തൊടുക്കുകയാണ് ഇറാൻ സേന. സമുദ്രത്തിൽ എവിടെയെങ്കിലും ഇറാന്റെ കപ്പൽ സാന്നിധ്യമുണ്ടായാൽ അപ്പോൾ തന്നെ അവിടെ ചീറിപ്പാഞ്ഞെത്തി ആക്രമിക്കുകയാണ് അമേരിക്കൻ വ്യോമസേനയും മറുവശത്ത് അമേരിക്കയുടെ നാവികസേനയും ചേർന്ന്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഒരക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ് മറുവശത്ത് പാകിസ്ഥാൻ. പാകിസ്ഥാൻ അമേരിക്കയുമായി വലിയ ചങ്ങാത്തത്തിലാണ് എന്ന് വീമ്പിളക്കുന്ന രാജ്യമാണ്. എന്നാൽ പാകിസ്ഥാനുള്ളിൽ ഇറാൻ അനുകൂല വികാരം ആളിക്കത്തുന്നു. ഇറാനും പാകിസ്ഥാനും പങ്കിടുന്ന ബോർഡറിൽ വലിയ ആശങ്കയിലാണ് പാകിസ്ഥാൻ. ഇവിടെ ഇസ്രയേൽ, ഇന്ത്യ, താലിബാൻ സഹകരണത്തോടെ പാകിസ്ഥാന് നേർക്ക് ആക്രമണമുണ്ടാകുമോ എന്ന് ഭയന്നു നിൽക്കുകയാണ് പാകിസ്ഥാൻ സേന. സൗദി അറേബ്യയുമായി ഒരു പ്രതിരോധ കരാർ നേരത്തെ പാകിസ്ഥാൻ ഒപ്പിട്ടിരുന്നു. സൗദിക്ക് നേരെ അതിശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇടയ്ക്ക് ഇറാൻ നടത്തിയതോടെ സൗദി തിരിച്ചടിക്കുമെന്ന ഘട്ടത്തിലെത്തി. ഇവിടെ പാകിസ്ഥാനും അങ്കലാപ്പിലായി. സൗദി അറേബ്യ ഇറാന് നേർക്ക് തിരിച്ചടിക്കാൻ നിന്നാൽ സൗദിക്കൊപ്പം ചേർന്ന് പാകിസ്ഥാനും സൗദിയെ സഹായിക്കേണ്ടതുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പൂർണ്ണ ഇറാൻ വിരുദ്ധത കൈക്കൊള്ളേണ്ടി വരും പാകിസ്ഥാന്. ഒരു രാജ്യത്തിന് നേർക്കുള്ള ആക്രമണം മറ്റൊന്നിന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നാണ് ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിരിക്കുന്ന പ്രതിരോധ കരാറിൽ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ സൗദി അറേബ്യയിലോ ഗൾഫ് രാജ്യങ്ങളിലോ വീണ്ടും ആക്രമണം നടത്തിയാൽ ചുരുക്കത്തിൽ പാകിസ്ഥാനെ കൂടി യുദ്ധമേഖലയിലേക്ക് അത് തള്ളിയിടും. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം മുറുകുന്നതിനിടയിൽ തങ്ങൾ കൂടി യുദ്ധത്തിന്റെ ഭാഗമാകും എന്ന് കുർദുകൾ ഇടയ്ക്ക് ഭീഷണി മുഴക്കിയിരുന്നു. കുർദുകൾ ഈ തക്കം ഉപയോഗിച്ച് ഇറാന്റെ ഒരു ഭാഗം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമോ എന്ന ഭയം ഇറാന്റെ ഭരണകൂടത്തിൽ ശക്തമാണ്. ഇറാൻ ഭരണകൂടത്തോട് തികഞ്ഞ എതിർപ്പുള്ളവരാണ് കുർദ് വിഭാഗം. ആയുധ പരിശീലനം സിദ്ധിച്ച 10,000-കണക്കിന് കുർദ് പോരാളികൾ എപ്പോൾ വേണമെങ്കിലും ഒരു കരയുദ്ധം സാധ്യമാക്കാനുള്ള അവസരം നോക്കി നിൽക്കുന്നു. ഇറാഖിൽ നിന്ന് കുർദുകൾ നേരെ ഇറാനിലേക്ക് കടന്ന ആക്രമണത്തിന് തുനിഞ്ഞാൽ ഇറാഖ് കൂടി യുദ്ധമേഖലയിലേക്ക് വരും. ചുരുക്കത്തിൽ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഇറാൻ. മറുവശത്ത് ഇത്തരം ആശയക്കുഴപ്പങ്ങൾക്ക് കാരണം മൊസാദാണോ എന്ന് ലോകം സംശയിക്കുന്നു. മുമ്പ് പലപ്പോഴും ഇറാൻ സേനയുടെ തലപ്പത്തിരിക്കുന്നവർ വരെ മൊസാദിന്റെ ചാരന്മാരായിരുന്നു എന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനും.
ഇറാൻ ഖുദ്സ് സേനാ തലവൻ മൊസാദിന്റെ ഏജന്റാണ് എന്നാണ് ഇപ്പോൾ ലോകം കരുതുന്നത്. ഖമനേയിയുടെ മൃതദേഹത്തിന്റെ വീഡിയോ മൊസാദിന് നൽകിയത് ഇസ്മായിൽ ഖാനിയെ തന്നെയാണോ എന്ന സംശയം ലോകത്തിൽ ശക്തമാകുന്നു. ചുരുക്കത്തിൽ സിനിമാ കഥകളെ വെല്ലുന്ന അട്ടിമറി കഥകളാണ് ടെഹ്റാനിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ മൊസാദിന്റെ കളികൾ അത്ര ചില്ലറയല്ല. ഇറാന്റെ സൈനിക കരുത്തായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിദേശ വിഭാഗമായി ഖുദ്സ് ഫോഴ്സ് തലവൻ ഇസ്മായിൽ ഖാനിയെ ഇപ്പോൾ കാണാനില്ല. ഇത് ഇറാനെ മാത്രമല്ല ലോകത്തെ അമ്പരപ്പിക്കുന്നു. ഖാനി ഇസ്രായേലിന്റെ ചാരനാണോ അതോ ഇറാന്റെ തടവറയിലാണോ എന്ന ചോദ്യമാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉയർത്തുന്നത്. തങ്ങളെ ചെറുക്കാനുള്ള യൂണിറ്റുകളിൽ പോലും തങ്ങളുടെ ചാരന്മാരെ കയറ്റിവിടുന്ന തന്ത്രം പലപ്പോഴും മൊസാദ് പയറ്റാറുണ്ട്. ഇറാന്റെ ഖുദ്സ് സേനയിൽ വരെ ഇസ്രായേൽ ചാരന്മാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തിയത് ഇറാന്റെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് അഹമ്മദി നജാദ് ആയിരുന്നു. ഇപ്പോഴിതാ IRGC കമാൻഡർ ഇസ്മായിൽ ഖാനിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയ സംശയം ലോകത്തിൽ പരക്കുന്നു. ഇസ്മായിൽ ഖാനി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇറാന് പോലും കഴിയുന്നില്ല. ചാരപ്രവർത്തനം നടത്തിയെന്ന പേരിൽ ഇറാൻ ഖാനിയെ വധിച്ചോ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചോദിക്കുന്നത്. ചാരവൃത്തി ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് ഖാനിയെ അറസ്റ്റ് ചെയ്യുകയും ഒരുപക്ഷെ വധിച്ചിട്ടുമുണ്ടാകാം ഇറാൻ. 67-കാരനായ ഇസ്മായിൽ ഖാനിയെ ചുറ്റിപ്പറ്റി വർഷങ്ങളായി നിരവധി അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. ഒരു വർഷം മുൻപ് ഖാനി കൊല്ലപ്പെട്ടു എന്ന തലത്തിൽ ഒട്ടനവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് ഖാനിയെ പൊതുവേദികളിൽ വരെ കണ്ടു. 2020 ജാനുവരിയിലാണ് അമേരിക്കയുടെ ആക്രമണത്തിൽ മുൻഗാമിയായ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടത്. ഇതിനെ തുടർന്ന് അദ്ദേഹം അധികാരത്തിലെത്തി. പിന്നീട് ഖാനി ജീവനോടെയുണ്ടോ എന്ന് പലപ്പോഴും ഒരു ചർച്ചാ വിഷയവുമായി മാറി ലോകത്തിൽ. മധ്യേഷ്യയിലുടനീളമുള്ള ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സഖ്യത്തെ കെട്ടിപ്പടുക്കുന്നതിന് മുൻപിൽ അതിശക്തമായ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഖാനിയിൽ നിന്നുണ്ടായത്. എന്നാൽ പിന്നീട് ഖാനി മൊസാദിന്റെ തന്നെ ഏജന്റായി മാറി എന്ന് വിശ്വസിക്കുന്നവരുമേറെ. ഇസ്മായിൽ ഖാനിയുടെ കാലഘട്ടത്തിൽ ഖുദ്സ് സേനയിലെ നിരവധി കമാൻഡർമാരാണ് കൊല്ലപ്പെടുന്നത്. ഇതിനൊക്കെ ഖാനിയുടെ ഒരു രഹസ്യ പിന്തുണയുണ്ടായിരുന്നു. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല, ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഹമാസ് രാഷ്ട്രീയ തലവൻ ഇസ്മായിൽ ഹനിയ എന്നിവരൊക്കെ ഖാനിയെ ഒറ്റുകൊടുത്തവരാണോ? ഇസ്മായിൽ ഹനിയെ വധിച്ച ഓപ്പറേഷന് വഴിയൊരുക്കി വിവരങ്ങൾ നൽകിയത് ഇസ്മായിൽ ഖാനിയാണ് എന്ന് അന്നേ വാർത്തകൾ പരന്നിരുന്നു. രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ഖാനി ഹനിയയെ സന്ദർശിച്ച് അധികം വൈകാതെ ഇസ്രായേൽ ആ കേന്ദ്രത്തിന് നേർക്ക് ആക്രമണം നടത്തുന്നു. എല്ലാറ്റിനുമൊടുവിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയും മറ്റ് ചില മുതിർന്ന ഉദ്യോഗസ്ഥരെയും അമേരിക്കൻ ഇസ്രായേൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ സംഭവവും വിരൽ ചൂണ്ടുന്നത് ഖാനിയിലേക്ക്. ഖമനേയി കൊല്ലപ്പെട്ട സ്ഫോടനത്തിന് തൊട്ടു മുൻപുള്ള മിനിറ്റുകളിൽ ഖാനി ആ സ്ഥലത്ത് നിന്ന് മാറി എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനെ തുടർന്നാണ് ഖാനിയെ ഇറാൻ സംശയിച്ചതും പിന്നീട് തടവിലാക്കുകയോ വധിക്കുകയോ ചെയ്തു എന്ന് ലോകം കരുതുന്നതും. ഇസ്രായേൽ തങ്ങൾ നേരത്തെ വധിക്കാൻ ഉദ്ദേശിക്കുന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരുടെയും ഇറാനുമായി ബന്ധപ്പെട്ടവരുടെയും ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒരു പേരാണ് ഖാനിയുടേത്. 12 ദിവസ യുദ്ധത്തിൽ ഖാനി കൊല്ലപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നിലും ഇസ്രായേൽ തന്നെയായിരുന്നു എന്ന സംശയം. പ്രത്യേകിച്ച് ഒരു കള്ളവാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഇസ്രായേലിന് പങ്കുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ഇറാന്റെ പല ഭാഗങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മൊസാദാണോ എന്ന് സംശയിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്ന പലതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.